കേരളത്തിലെ രണ്ടാമത്തെ പട്ടികജാതി അല്ലെങ്കിൽ ഉന്നതിയാണിത്. പത്തനംതിട്ട ജില്ലയിലെ ഒന്നാമത്തെ ഉന്നതിയാണിത്. ഇവിടെ വില്ലേജ് ഓഫീസറോ നമ്മുടെ സംവിധാനങ്ങളൊക്കെ അവർ മിക്കവാറും ഇവിടുന്ന് തന്നെ 4 കേന്ദ്രമുണ്ട്, ക്യാമ്പുണ്ട്. ആ ക്യാമ്പിലും അതുപോലെ തന്നെ പല വീടുകളിലും ഉണ്ട്. ഇപ്പം തന്നെ ഈ വീട്ടിലാണെങ്കിൽ 4 പേര് താമസമുണ്ട്. അതുപോലെ പല വീടുകളിലും ഓരോരുത്തരും താമസമുണ്ട്. ഓരോരുത്തരല്ല 2, 3, 4, 5 പേര് വീതം താമസമുണ്ട്. അപ്പോൾ അവർക്കാർക്കും ഒരു സഹായവും ഇല്ല. അവിടെ ക്യാമ്പുകളിലുള്ളവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും സഹായമുണ്ട്. പരമാവധി പശുവിനെ മറ്റു മൃഗങ്ങളെയൊക്കെ ഈ ആൾക്കാരുടെ കൂടെ ക്യാമ്പിൽ കൊണ്ടുപോകാൻ വയ്യാത്തവരുണ്ട്. അവരൊക്കെ ഇതുപോലുള്ള ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ കയറി താമസിക്കുകയാണ്. അവർക്ക് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണിത്. മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാതിരിക്കത്തില്ലല്ലോ, അവിടെ ഭക്ഷണം റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമില്ലെങ്കിലും പഴയതുപോലെ ഒന്നും തന്നെ അവർ ചെയ്യുന്നില്ലെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ മാത്രമായിട്ട് ഈ കിണറുകൾ മുഴുവനും മുങ്ങിക്കിടക്കുക. ഒറ്റ കിണർ പോലും ഇല്ല, ശുദ്ധജലം നമുക്ക് കുടിക്കാവുന്ന കിണറുകൾ. ഇതെല്ലാം ഇതിന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞങ്ങളൊന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ശരി നമുക്കെല്ലാവർക്കും കൂടെ അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒന്ന് നോക്കാൻ പോലും, വെള്ളം താണ് ഇത്രയും ദിവസമായല്ലോ, ഒന്ന് നോക്കാൻ പോലും ഒരു ഗവൺമെൻറ് സംവിധാനം ഇല്ലാത്ത ഒരു അവസ്ഥയാണിതുള്ളത്. അപ്പോൾ അതിന് ആവശ്യമായ പരിഗണന എല്ലാവർക്കും കിട്ടുന്നില്ല. അതാണ് അത്. ചിലർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ വീടുകളിൽ നമ്മുടെ ഈ ഇവിടെ ക്യാമ്പുകളിലൊക്കെ കിടക്കുന്നവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒഴിച്ച് ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകർ ഇവിടെ നേരത്തെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ ഷിഗല്ല എന്ന് പറഞ്ഞ ഒരു രോഗം ഇവിടെ വന്നു. അത് 2 വീട്ടുകാർക്ക് മാത്രമേ ഇവിടെ വന്നു. അന്ന് ആരോഗ്യ പ്രവർത്തകരാകെ തന്നെ ഇവിടുന്ന് വന്നതൊഴിച്ച് പിന്നെ യാതൊരു ഏർപ്പാടും ഇവിടെ ഇല്ലാത്ത ആരും തന്നെ ഇവിടെ വന്നിട്ടില്ല. വെള്ളപ്പൊക്കം വന്നാൽ ഇവിടെ വരേണ്ട കാര്യമില്ല, അവരെല്ലാവരെയും ക്യാമ്പുകളിൽ ചെന്ന് സന്ദർശിച്ചാൽ മതിയല്ലോ എന്നുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥ വെള്ളം ഇറങ്ങിയെങ്കിലും നമുക്ക് കുടിവെള്ളമില്ല. കിണറുകളെല്ലാം ഈ മുങ്ങി കഴിഞ്ഞപ്പോൾ ഈ അടുത്തടുത്ത വീടുകളുണ്ട്. ഈ അടുത്ത മലിനജലങ്ങളെല്ലാം നമ്മുടെ അത് കിണറിനകത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളമില്ല. പിന്നെ ഇവിടുന്ന് നമുക്ക് ക്യാമ്പിൽ പോകാൻ ഒത്തിരി കാരണം പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് 2 പശുക്കളുണ്ട്. ഇതിനെയും വലിച്ചുകൊണ്ട് ക്യാമ്പിൽ പോകാൻ 3-4 കിലോമീറ്റർ അപ്പുറം ക്യാമ്പിൽ പോകാനൊക്കെ നമ്മൾ ഒക്കത്തില്ല. അതുകൊണ്ട് അടുത്തൊരു വീട് കണ്ട് ഇവിടെ കയറി താമസിച്ചു. പിന്നെ സാധനങ്ങളൊന്നും ആദ്യം നമ്മുടെ ഒന്നും പോയിട്ടില്ല, എല്ലാം പെരയുടെ മണ്ടയ്ക്ക് കയറ്റി നമ്മൾ. ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ആരും വന്നിട്ടില്ല, വില്ലേജിൽ നിന്ന് വന്നിട്ടില്ല, പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടില്ല, മറ്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടില്ല. വെള്ളം ഇനി ഞങ്ങൾ എവിടെയെങ്കിലും അടുത്ത കിണർ എവിടെയെങ്കിലും വെള്ളം കയറാത്തടത്ത് പോയി കുടിവെള്ളം കൊണ്ടുവരണം, അതേ ഒക്കത്തുള്ളൂ. ഇവിടെ മൊത്തം കിണർ മുങ്ങിയതാ. ഒന്നും തന്നിട്ടില്ല, ഞങ്ങൾക്ക് ഒരു വകയും തന്നിട്ടില്ല. ഇല്ല ഒന്നും കിട്ടിയില്ല. നമ്മുടെ വീടായത്. അപ്പൊ ഇവിടെ വരെ വെള്ളം കയറി, അടുക്കളയിലും വെള്ളം കയറി. അപ്പൊ നമുക്ക് ഇറങ്ങിപ്പോവാനോ ഇല്ല വാരിക്കെട്ടിക്കൊണ്ട് പോകാനോ നമുക്ക് ആരുമില്ല. ഞങ്ങൾ 2 പേരുണ്ട്, ഞങ്ങൾ ആരെ സഹായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് 4 കൂട്ടർ 5 കൂട്ടരുണ്ടായിരുന്നു. അവർ ഞങ്ങളും എല്ലാം കൂടെ ഒന്നിച്ച് ഇത്രയും വെള്ളത്തിൽ ഇറങ്ങി കയറിയൊക്കെ ചെയ്തു. വെള്ളം ഇതിവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കിണർ മുങ്ങാഞ്ഞത് കൊണ്ട് അത് കോരി ഒക്കെ ചെയ്ത് ഞങ്ങളിവിടെ അങ്ങ് കഴിഞ്ഞു കൂടി. പഞ്ചായത്തുകാർ വന്നില്ലല്ലോ. നമ്മളിപ്പോൾ ചെന്ന് പറയാൻ ഒക്കുവോ? അവർ വന്ന് നോക്കണ്ടേ? വെള്ളം വരുമ്പോൾ അവർ വന്ന് നോക്കണ്ടേ? അവർ വന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇല്ല ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പിന്നെ ആരും കൊണ്ട് തന്നില്ല. വെള്ളം അല്ലാതൊക്കെ ഗുളിക കഴിക്കുക, അപ്പോൾ എല്ലാം കൂടെ കഴിക്കാൻ നോക്കുക. അതുകൊണ്ട് ഇന്ന് വൃത്തിയാക്കാൻ ഒരുപാട് സമയമെടുത്തു. അടുക്കളയൊക്കെ കയറി ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു അടുക്കളയിൽ. അതൊക്കെ കയറിയപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയോണ്ട് ഞങ്ങൾ അന്നേരം തന്നെ കളിച്ചിട്ട് ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് പാതകമല്ലേ അവിടെ നിന്നുകൊണ്ട് ആഹാരമൊക്കെ പാകം ചെയ്തു ഞങ്ങൾ കഴിച്ചു. പിന്നെ ഗ്യാസ് വെക്കുന്നതുകൊണ്ട് അതിനകത്തൊക്കെ കൂട്ടാനൊക്കെ വെച്ച് അങ്ങനെ തന്നെ ഇവിടെ അങ്ങ് കഴിഞ്ഞ് ക്യാമ്പിൽ പോയില്ല. അതുകൊണ്ട് അവർ ഞങ്ങളെ നോക്കിയില്ല.